വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭാര്യ ഉഷ ബാല ചിലുകുരി 39 വയസ്സ്. അപ്പോൾ അവർ ക്രിസ്ത്യാനിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും അതൊരു വലിയ വാർത്തയായി. അവർ പ്രാക്ടീസിങ് ഹിന്ദുവാണ്, ലൈഫ് ലോങ് വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ അല്ലാതെ ഭക്ഷണം കഴിക്കില്ല. അത് JD വാൻസും വെജിറ്റേറിയനായി, ഇപ്പോഴെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇവരെ പിന്തുടർന്നുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായാലും അവർക്കൊരു മനംമാറ്റം ഉണ്ടാകും, അവർ ക്രിസ്തുമതത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിന് നിർബന്ധിക്കാനൊന്നുമില്ല. അതിന് തനിക്കൊരു മനംമാറ്റം ഉണ്ടായതുപോലെ അവർക്കും ഒരു മനംമാറ്റം ഉണ്ടാകും, അവരും ഇങ്ങോട്ട് വരും. അവർ ഞായറാഴ്ചയൊക്കെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഒരു മകൻ ആദ്യ കുർബാന കൈക്കൊണ്ടു. 7-8 വയസ്സ് ഉള്ള മകൻ ആദ്യ കുർബാന കൈക്കൊണ്ടു. അവർ കാത്തലിക്സായിട്ടാണ് മക്കൾ വളരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം JD വാൻസ് നമുക്കറിയാം, അദ്ദേഹം ഇവാഞ്ചലിക്കൽ അങ്ങനത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു, പ്രൊട്ടസ്റ്റൻ്റ് ഏതോ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ 2019 അത് വിവാഹത്തിന് ശേഷമാണ് അദ്ദേഹം കത്തോലിക്കനായി, കത്തോലിക്ക വിഭാഗത്തിൽ ചേർന്നു. അതിനുശേഷം കത്തോലിക്കനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക വിഭാഗത്തിലേക്ക് ഇവർ വരുമെന്നാണ് വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ നിർബന്ധിക്കാനൊന്നുമില്ല, അവർക്ക് സ്വയം മനംമാറ്റം തോന്നി അവർ വരുന്നെങ്കിൽ വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ലൊരു കാര്യം. പിന്നെ നിർബന്ധമൊന്നുമില്ലല്ലോ. സാധാരണ നിലയിൽ നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു കാര്യം, സ്ത്രീ ആരെ വിവാഹം കഴിക്കുന്നു ആ പുരുഷൻ്റെ മതത്തിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യം. അതിനെ ചൊല്ലിയാണ് ഈ ലവ് ജിഹാദും മറ്റും നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റിയുള്ള ആരോപണം ഉയരുന്നത്. സ്ത്രീകളെ മതം മാറ്റാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. വിവാഹത്തിന് വേണ്ടി ഇവരെ മതം മാറ്റും. അങ്ങനെ ആ മതത്തിലേക്ക് ആൾ കൂട്ടുന്ന ഒരു പരിപാടിയാണ് ലവ് ജിഹാദ് എന്നാണ് പറയുന്നത്. അത് തെളിവില്ല എന്ന് പറയുന്നു. സ്ത്രീകളെ വശീകരിച്ച് മതം മാറ്റുകയാണെന്നാണ് പറയുന്നത്. വശീകരിക്കാൻ മാത്രം വിവരദോഷികളാണോ സ്ത്രീകൾ എന്നത് മറ്റൊരു ചോദ്യം. എന്തായാലും ഈ മതം മാറ്റത്തെപ്പറ്റി പറഞ്ഞപ്പോൾ വാൻസിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഈ മിഡ് വെസ്റ്റിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന്, സാധാരണ അമേരിക്കൻ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, മദ്യപാനം, അലസത, വീട്ടുകാർ തമ്മിലുള്ള ഈ അനിയന്ത്രിതമായ ജീവിതം, ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നൊക്കെ വന്ന ആളാണ്. പക്ഷേ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ അവർ ലോയ്ക്ക് പഠിക്കുമ്പോൾ ഇരുവരും കണ്ടുമുട്ടി. അതിനുശേഷം ഈ JD വാൻസിൻ്റെ സ്വഭാവ രൂപീകരണത്തിലും അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കുമെല്ലാം ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഉഷ വാൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അത്രയധികം വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കുന്നതിൽ അവർ പങ്കുവഹിക്കുകയുണ്ടായി. അവരാണ് ആദ്യകാലത്ത് 2014 വരെ അവർ ഡെമോക്രാറ്റുമായിരുന്നു. പിന്നീടാണ് ഈ JD വാൻസും ട്രംപിൻ്റെ വലിയ വിമർശകനായിരുന്നു ആദ്യകാലത്ത്. പിന്നീടാണ് ട്രംപിന് അനുകൂലമായിട്ട് മാറുന്നത്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരാളാണ് ഉഷ വാൻസ്. പക്ഷേ അവരൊരിക്കലും മതം മാറുന്നതിനെപ്പറ്റിയോ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പറയുകയോ ചിന്തിക്കുകയോ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് രണ്ടു കൂട്ടരും അതിൻ്റെ പേരിലൊരു പ്രശ്നവുമില്ല എന്നാണ് JD വാൻസ് പറയുന്നത്. എന്തായാലും അവർ മതം മാറുകയാണെങ്കിൽ നല്ലത്, മതം മാറിയില്ലെങ്കിലും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ മതം മാറിയില്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി, ഒരു ഹിന്ദു പ്രഥമ ലേഡിയാകുന്നത് നമുക്ക് കാണാം അടുത്ത തവണ. കാരണം ഇദ്ദേഹവും JD വാൻസും ഈ മാർക്കോ റൂബിയോയുമാണ് അടുത്ത തവണ മത്സരിക്കാൻ പോകുന്നതെന്നാണ് ട്രംപ് പറയുന്നത്, ട്രംപ് നൽകുന്ന സൂചന. അപ്പോൾ ഇവർ രണ്ടുപേരും കത്തോലിക്കരാണെന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. അമേരിക്ക ഈ പ്രൊട്ടസ്റ്റൻ്റുകൾക്ക് ഈ വാസ്പ് എന്ന് പറഞ്ഞാൽ എന്താ, വൈറ്റ് അമേരിക്കൻ പ്രൊട്ടസ്റ്റൻ്റ് ആ വിഭാഗം, വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റൻ്റ് വാസ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗം അവരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ ആദ്യകാലങ്ങളിലെല്ലാം കത്തോലിക്കരോട് ശക്തമായ എതിർപ്പായിരുന്നു. പ്രധാനപ്പെട്ട കാരണം കത്തോലിക്കർ ഈ പ്രസിഡൻ്റൊന്നും ആകാൻ അനുവദിക്കില്ലായിരുന്നു, ജോൺ കെന്നഡി ആകുന്നത് വരെ. പ്രധാനപ്പെട്ട കാരണം അവർ റോമിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കും, ഇവിടുത്തെ കാര്യങ്ങളല്ല നോക്കുന്ന, റോമിൽ നിന്നുള്ള ഉത്തരവ് സ്വീകരിക്കുന്നവരായിരിക്കും എന്നുള്ള ഒരു പേടി. എന്തായാലും അത് ഇപ്പോഴാരും കണക്കാക്കുന്നില്ല. ജോ ബൈഡനും കാത്തലിക്കായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടായതായി നമുക്കാർക്കും അറിയുകയുമില്ല. അപ്പോൾ എന്തായാലും ഇവർ മതം മാറിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ മതവിശ്വാസം ഉണ്ടായിരുന്ന ഇപ്പം ഈ ബറാക്ക് ഒബാമ
കമലാ ഹാരിസ് ഇവരൊക്കെ ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്. ഈ പിന്നെ അതേ ഒബാമ ഏതോ യൂണിവേഴ്സിറ്റി ചെന്നപ്പം അവിടെ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു, അത് മറച്ചു വെച്ചു എന്ന്, തുണിയിട്ട് മൂടി വെച്ചു എന്ന്. അപ്പോൾ ആ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ പ്രതിമ കണ്ടാൽ അത്ര അലർജി തോന്നേണ്ട ഒരു കാര്യമില്ല. പിന്നെ അത്രയ്ക്ക് സെക്യുലറായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ഇനി കമലാ ഹാരിസ് നമുക്കറിയാം, കാത്തലിക്കായ സുപ്രീം കോടതി ജഡ്ജി അങ്ങേരെ ചോദ്യം ചെയ്ത് പിന്നെ അതിലൂടെയാണ് കമലാ ഹാരിസ് ദേശീയ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റിയത്. അപ്പോൾ അതിലൊരു ചോദ്യം, ഈ നൈറ്റ്സ് ഓഫ് കൊളംബസ് അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻസൊക്കെ ആ കാത്തലിക് ടീച്ചിങ്ങിനെ അനുസരിച്ചായിരിക്കുമോ, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമോ? നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഘടനയാണ്, പ്രത്യേകിച്ച് അതിനുകൊണ്ട് ഗുണമോ ദോഷമോ ഉള്ള ഒരു കാര്യമല്ല ഇപ്പോൾ. പക്ഷേ അത് ഇവർക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ക്രൈസ്തവരാണെന്ന് പറയും, പക്ഷേ ക്രൈസ്തവ വിശ്വാസവും അല്ലെങ്കിൽ ക്രൈസ്തവ മറ്റ് ചിന്താഗതികളോട് വലിയ ആഭിമുഖ്യമൊന്നും കാണിക്കാത്ത ആളുകളാണ്. ഇങ്ങനെയുള്ളവരാണ് സാധാരണ നേതൃത്വത്തിൽ വരുന്നത്. അതിൽ ഭേദം ക്രൈസ്തവരാവേണ്ടതില്ല. ഈ ക്രൈസ്തവ വിശ്വാസമോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസമോ ഉള്ളതുകൊണ്ട് നമുക്കാർക്കും എന്തെങ്കിലും ഒരു അലോസരമുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. ഇപ്പം ന്യൂയോർക്കിൽ മുസ്ലിമായിട്ടുള്ള മാംദാനി വരാൻ പോകുന്നു, മേയറാകാൻ പോകുന്നു. അപ്പം മുസ്ലിമാണെന്ന് ഒഴിച്ചാൽ മാംദാനിക്ക് എൻ്റെ പൂർണ്ണ പിന്തുണയാണുള്ളത്. ഈ മുസ്ലിം ആയതുകൊണ്ടുള്ളൊരു ഒരു അലോസരം, ഇപ്പം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു തീവ്ര മുസ്ലിമാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ ഹിന്ദുവുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴവർ ഹിന്ദുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു കാര്യം, ഈ ഇസ്ലാമിൽ വിവാഹം കഴിക്കണമെങ്കിൽ അവരെ വിവാഹം കഴിക്കുന്ന ആൾ ആ സ്ത്രീ മുസ്ലിം തന്നെ ആയിരിക്കണം. മുസ്ലിം അല്ലെങ്കിൽ അതിനെ ഇപ്പം വീണാ വിജയനും മന്ത്രി റിയാസും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി പോലും അത് തെറ്റായ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ചില മതപ്രഭാഷകരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. കാരണം വീണാ വിജയൻ മുസ്ലിം ആയില്ല, അതുകൊണ്ട് അതിന് മോശപ്പെട്ട രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ മാംദാനിയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അവർ ഇപ്പോഴും ഹിന്ദുവാണോ അതോ ഇസ്ലാം മതത്തിൽ ചേർന്നോ എന്തോ. എങ്ങനെയായിരുന്നാലും ഈ മതവിശ്വാസമല്ല, ആളുകൾ ഏത് രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ മതം മാറ്റത്തെപ്പറ്റി പറയുമ്പം മതം മാറ്റം പലപ്പോഴും നമുക്കറിയാം അതൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം രാജസ്ഥാനിൽ പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നു. ഈ മതം മാറ്റം നടത്തുകയാണെങ്കിൽ അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ പോയി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്താനായിട്ട്, ഇപ്പം ഈ യോഗിയൊക്കെ മറ്റ് മുസ്ലിങ്ങളുടെ പല സ്ഥാപനങ്ങളും ഇടിച്ചു നിർത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ ഇടിച്ചു നിർത്താനായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നുവെന്ന്. അപ്പോൾ ഈ മതം മാറ്റം എന്ന് പറയുന്നത് മതം മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെ കാര്യമാണ്. അപ്പോൾ അത് പാവപ്പെട്ടവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും അവന് സ്വന്തം കാര്യത്തിന് തീരുമാനമെടുക്കാൻ അവന് കഴിവില്ല എന്ന് വരേണ്യവർഗം തീരുമാനിച്ചിരിക്കുകയാണ്. അവരാണ് തീരുമാനിക്കുന്നവർ. ഇവന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവില്ല. അത് ശരിയാണോ? എല്ലാവർക്കും സ്വന്തം തീരുമാനമെടുക്കാൻ കഴിവുണ്ട്. രണ്ടാമത്തെ കാര്യം, മതത്തോടുള്ളൊരു സ്നേഹം കൊണ്ടാണോ? അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ മുഹമ്മദ് അലി, അദ്ദേഹം കാഷ്യസ് ക്ലേ ആയിരുന്നു. കാഷ്യസ് ക്ലേ മുഹമ്മദ് അലിയായി മാറിയത് എന്താണ്? ആ ക്രിസ്തുമതമാണ് ഇവിടെ കറമ്പരോടും കറുത്തവർഗ്ഗക്കാരോടെല്ലാം ചെയ്ത ക്രൂരമായ അനീതി, തലമുറകളായിട്ട് ചെയ്ത അനീതി, അതിനോടുള്ളൊരു പ്രതിഷേധം എന്ന നിലയിലാണ് അദ്ദേഹം മതം മാറിയത്. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലൊക്കെ ഈ വിഭാഗമായിട്ട് താണജാതിക്കാരായിട്ടുള്ള ആളുകളാണ് ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഈ മതപരമായിട്ടുള്ളൊരു പരിവർത്തനത്തെക്കാളും അതാണ് ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പാടില്ല എന്ന് പറയാനായിട്ട് മറ്റൊരാൾക്ക് അവകാശമുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് താനും. എന്തായാലും ഇന്ത്യയിൽ ഈ മതം മാറ്റം എന്ന് പറയുമ്പോൾ അത് ഒരാശയത്തിൻ്റെ പ്രശ്നമാണ്. ഈ ആശയങ്ങൾ ആരെങ്കിലും എതിർത്താലും ആ ആശയങ്ങൾ നിലനിൽക്കും. അത് ഇപ്പം നടന്നില്ലെങ്കിലും പിന്നീട് കാലക്രമേണ മാറ്റങ്ങളുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണ് എല്ലാത്തരം ആശയങ്ങളും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുമുണ്ട്. അപ്പം പുതിയ ആശയങ്ങൾ പ്രചരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിച്ചാണ് അതിനെയാണ് തടയിടേണ്ടത്. അത് തടയുമ്പോൾ അത്തരം ആശയങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. ഇപ്പോൾ ആൻഡമാനിൽ സിയാറ്റിൽ നിന്നോ ആ ഭാഗത്തു നിന്ന് പോയ ഒരു പയ്യൻ, അവനെ അവിടുത്തെ ആദിവാസികൾ
കൊന്നൊരു വാർത്ത നമ്മൾ ഏതാനും വർഷം മുമ്പ് 3-4 വർഷം മുമ്പ് പിന്നെ കാണുകയുണ്ടായി. അപ്പോൾ അതിന് ആ ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു ചിന്താധാര ഇതാണ്, ഈ അവിടെ ജീവിക്കുന്ന മനുഷ്യർ 10-35 പിന്നെ വയസ്സാകുമ്പോഴത്തേക്ക് ചത്തുപോകുന്നു. അവർ പിന്നെ പലവിധം രോഗങ്ങൾ കൊണ്ട് പീഡിതരായിട്ട് ജീവിക്കുന്നു, ഒറ്റപ്പെട്ട്. അങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണ്ടേ? അത് അവർക്കും ഒരു വെളിച്ചം പകർന്നു കൊടുക്കാൻ പിന്നെ നമുക്കൊക്കെ ഒരു കടമയില്ലേ എന്ന് ചോദിച്ചാണ് അയാൾ പിന്നെ ആ പിന്നെ ദൗത്യത്തിന് പോയത്. അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എന്നുള്ളത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിശയം തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആളുകൾ ഈ പാശ്ചാത്യ ലോകത്തിലുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ഈ ഇന്ത്യൻ സംഘടനകൾ പലതും പിന്നെ അവർക്കിതിനെപ്പറ്റി അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ ശക്തമായിട്ട് ഇതിനെ പിന്നെ എതിർപ്പുമായിട്ട് രംഗത്തുള്ളതും. എന്തായാലും മതം മാറുന്നത് ഒരാവശ്യമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരേ ഒരു കാര്യം, മതം മാറുകയോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അതും പ്രധാനപ്പെട്ട കാര്യമാണ്, അത്രമാത്രം. എന്നല്ലാതെ ഒരു മതം മാറിയതുകൊണ്ട്, വ്യത്യാസം വന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ എന്താണ് മാറ്റം വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ആ പിന്നെ മനപരിവർത്തനം അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വെളിച്ചം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ തിരക്കേടില്ല. ഇതല്ലാതെ എന്തെങ്കിലും താല്പര്യങ്ങൾക്കോ പിന്നെ ഒക്കെ വേണ്ടിയിട്ട് മതം മാറുന്നതിൽ ഒരർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല.